إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പഠിച്ചു മനസ്സിലാക്കി പാലിക്കുന്നവരാകാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തഖീങ്ങളും മുഅ്മിനുകളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് വസിയ്യത്ത് പറയുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. തുടർച്ചയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കുറേ കാലം അത് ചെയ്യുമ്പോൾ പിന്നീട് അതിൻ്റെ ശ്രദ്ധയും പ്രാധാന്യവുമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാം. ഒരു ചെടി വാങ്ങി, വാങ്ങിയെന്ന് ഭയങ്കരമായിട്ട് അതിനെ നനച്ചു കൊടുത്തു, അത് നന്നായി ശ്രദ്ധിച്ചു. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ ശ്രദ്ധിക്കാതെയായി. പല കാര്യങ്ങളും അങ്ങനെയാണ്. വീട്ടിലെ ഒരാൾ കിടപ്പ് രോഗിയായി, തുടക്കത്തിലൊക്കെ ഉഷാറായിരുന്നു, നോക്കാനും ആശുപത്രി കൊണ്ടുപോകാനും മലമൂത്ര വിസർജനം വൃത്തിയാക്കാനും മരുന്ന് കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ അങ്ങോട്ട് കുറഞ്ഞ് വരുന്നത് കാണുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മൾ ചെയ്യുന്ന പല കാര്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടും വരാൻ പോകുന്ന ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച്, ആ നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുന്നതുമാണ് ഇതിൻ്റെ കാരണം. അത്തരത്തിലൊരു കാര്യമാണ് വെള്ളിയാഴ്ചയുടെയും ജുമാ നിസ്കാരത്തിൻ്റെയും കാര്യം. സുന്നത്ത് കല്യാണം കഴിഞ്ഞ ചേലാകർമ്മം കഴിഞ്ഞ് കുളിച്ച് മാറ്റി നമ്മളെ വാപ്പ ആദ്യമായിട്ട് നമ്മളെ പള്ളിയിൽ ജുമാക്ക് കൊണ്ടുപോയി. പലർക്കും ഓർമ്മ ഉണ്ടാവും. സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. പിന്നീട് അതിനുശേഷം അങ്ങനെ ജുമാകൾ അങ്ങനെ കുറേ മുന്നോട്ട് പോയി. പിന്നെ അതൊരു ആദത്തായി, പതിവായി. രാവിലെ ചായ അടിക്കണമാതിരി ഉച്ചയ്ക്ക് ചോറ് നിന്നമാതിരി അങ്ങനെ ഒരു പതിവായിട്ട് മാറി.
അപ്പൊ പിന്നെ രാവിലെ ചായ 8 മണിക്ക് കുടിക്കണ ചായ ഇനി 9 മണിക്ക് ചിലപ്പം കുടിക്കും. 1 മണിക്ക് ചോറുന്നത് 2-2:30 മണിയൊക്കെ ആവും. പലതും അങ്ങനെ സമയം തെറ്റും. ഇതേപോലെ ജുമാന്റെ കാര്യം അങ്ങനെയായി. ആദ്യമൊക്കെ ബാങ്ക് കൊടുക്കണ മുമ്പ് തന്നെ രാവിലെയൊക്കെ നല്ലോണം കുളിച്ചൊരുങ്ങി മാറ്റുന്ന വെള്ളിയാഴ്ച എന്നുള്ള ബോധത്തോടു കൂടിയൊക്കെ ഒരുങ്ങി റെഡിയാവും. നേരത്തെ പള്ളിയിൽ എത്തുകയൊക്കെ ചെയ്യും. ഭയങ്കര ഇഷ്ടമായിരുന്നു, താല്പര്യമായിരുന്നു. വെള്ളിയാഴ്ച ആവാൻ കാത്തിക്കില്ല പള്ളിയിൽ പോവാന്. പിന്നെ അങ്ങനെയാണ് കുറേ നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് പിന്നെ അതങ്ങനെ അങ്ങോട്ട് മാറി. ആ പള്ളിക്ക് പോകണം, നിസ്കാരം തുടങ്ങാനാകുമ്പോഴത്തേനും അവിടേക്ക് എത്തണം. ജുമാ പങ്കെടുത്തെന്ന് വെച്ചാൽ പങ്കെടുത്തു എന്ന് പറയണം. ആ അവസ്ഥയിലേക്ക് എത്തി. ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ അതൊരു പതിവ് ഇങ്ങനെ ചെയ്യണ പോലെയായി. ഇതിന്റെ കാരണം എത്രമാത്രം ഗൗരവമുള്ളതാണ്. വെള്ളിയാഴ്ച പള്ളി പോകുക എന്നുള്ളതല്ല, വെള്ളിയാഴ്ച പള്ളി പോകലല്ല, വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്നത് കേട്ടാ പള്ളി പോകുക എന്നുള്ളതുമല്ല. ബാങ്ക് കൊടുക്കണ മുമ്പ് വെള്ളിയാഴ്ച ദിവസം മിമ്പറയിൽ ഇമാമ് കയറി സലാം പറയും. അത് മടക്കാനുള്ള സലാമാണ്. അത് മടക്കാൻ പള്ളിയിലെത്തണം. അല്ലാതെ ജുമാക്ക് എന്ന് ഞാൻ ജുമാക്ക് പോയി എന്ന് പറയാനുള്ളതല്ല. വളരെ ഗൗരവത്തിലാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന, പ്രതിഫലം കിട്ടാതെ പോകുന്ന, ചെയ്തത് രേഖയാക്കപ്പെടാത്ത ഒരു അമലായി നമ്മളെ അമല് മാറിപ്പോകരുത്. ശ്രദ്ധിക്കണം. ഇതാർക്കോ വേണ്ടി, വേറെ ആർക്കൊക്കെയോ വേണ്ടി, അല്ലെങ്കിൽ ഇമാമിന് ഖത്തീബിന് എന്തെങ്കിലും ഒരു വിഷയം പറയണം, അപ്പൊ അത് പറയാൻ വേണ്ടി പറയുന്നൊരു കാര്യമായിട്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണിത്. ഓരോ വാക്കുകളെയും ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾ പറയണേ, അള്ളാഹിന്റെ റസൂല് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവും ഒക്കെ ചേർന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയാം, രണ്ടാളും കൂടി പറയാ ഖാലാ, അവർ രണ്ടാളും കൂടി പറയാണ്. എന്താ പറയുന്നതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അനിൽ ജുമുഅ മൻ കാന ഖബലനാ ഫകാന ലിൽ യഹൂദി യൗമസ് സബ്ത് വകാന ലിൻ നസാറ യൗമുൽ അഹദ് ഫജാ അല്ലാഹു ബിനാ ഫഹദാന അല്ലാഹു ലിയൗമിൽ ജുമുഅ. അല്ലാഹു മുഹമ്മദ് നബിന്റെ ഉമ്മത്തിന് പ്രത്യേകമായി തന്ന ഒരു ദിവസമാണ്. നമുക്ക് മാത്രം കിട്ടേണ്ട ഒരു സംഗതി ഇല്ലാതായാൽ സമരത്തിന് ഇറങ്ങൂലേ? നമുക്ക് കിട്ടേണ്ട ഒരു അവകാശം, ഒരു റിസർവേഷൻ, ഒരു സംവരണം നമുക്ക് നഷ്ടപ്പെട്ടു. മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ഒരു സംവരണം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങാണ്, സമരമാണ്. നമുക്ക് മാത്രം കിട്ടേണ്ടതാണ്. ദുനിയാവിന്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് മാത്രം, ജൂതന്മാർക്ക് ക്രിസ്ത്യാനികൾക്കൊന്നും കൊടുക്കാത്ത ഒരു പ്രത്യേകത തന്നതാണ് വെള്ളിയാഴ്ച ദിവസം മുസ്ലിമീങ്ങൾക്ക്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട് സ്വഹാബികൾ ഉദ്ധരിക്കാണ്. എങ്കിൽ ആ ഒരു പ്രത്യേകത നമുക്ക് കിട്ടണ്ടേ? വേണ്ടേ? ദിവസങ്ങൾ ഓരോന്നും അങ്ങനെ നീങ്ങിപ്പോകും. ഓരോ ദിവസത്തെക്കുറിച്ചും ചോദ്യമുണ്ട്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞോ, അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നിട്ട ഓരോ ദിവസത്തെക്കുറിച്ചും ശനിയും ഞായറും വ്യാഴം ഒക്കെ ചോദ്യമുണ്ട്. വെള്ളിയാഴ്ച പറ്റിയുള്ള ചോദ്യത്തിൽ പ്രത്യേകം ചോദ്യമുണ്ട്. അത് സാധാരണ ദിവസം പോലെയല്ല. ആ ദിവസത്തിന് ചില മഹത്വങ്ങളുണ്ട്. അത് ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കപ്പെട്ടതാണ്, ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കപ്പെടുന്നതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറു യൗമിൻ ത്വലഅത ഫീഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം ജുമുഅ ദിവസമാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ എണ്ണി പറയാ. ഫീഹി ഖുലിക ആദം, ആദം നബിയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. വഫീഹി ഉഹ്ബിത, ഭൂമിയിലേക്ക് അല്ലാഹു ആദം നബിയെ പറഞ്ഞയച്ചതും വെള്ളിയാഴ്ചയാണ്. വഫീഹി തീബ അലൈഹി, ആദം നബിന്റെ തൗബ അല്ലാഹു കബൂൽ ചെയ്തതും വെള്ളിയാഴ്ചയാണ്. വഫീഹി മാത്ത, ആദം നബി മരിച്ചതും വെള്ളിയാഴ്ചയാണ്. റസൂൽ പറയാ വഫീഹി തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും. ഇമാം അബൂദാവൂദിന്റെ 1042-46 നമ്പർ ഹദീസ്. വളരെ ഗൗരവത്തിലാണ് ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. ഈ ദിവസത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയുമാണ്.
ദിവസങ്ങളുടെ നേതാവാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇന്ന യൗമൽ ജുമുഅത്ത് സയ്യിദുൽ അയ്യാം വഅഅലമുഹാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ ദിവസം, ദിവസങ്ങളുടെ നേതാവ് അത് വെള്ളിയാഴ്ചയാണ്. അപ്പൊ വ്യാഴാഴ്ചയെ പറ്റിയുള്ള ചോദ്യം പോലെ ആവൂല നമ്മളെ വെള്ളിയാഴ്ച. സഹോദരങ്ങളെ, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് ആളുകളിൽ ഓരോ വ്യക്തിയുടെയും ആയുസ് നിർണിതമാണ്. എത്ര ദിവസം, എത്ര രാവും പകലും, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര ദിവസം, എത്ര നിമിഷം എഴുതപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും അധികം കിട്ടൂലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും ഒരേ കാലയളവിലല്ലല്ലോ ജീവിച്ചത്. എങ്കിൽ ആ ജീവിച്ച ദിവസങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ കാലടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. പല ദിവസങ്ങളുണ്ട്. നമ്മൾ നന്നായിട്ട് കുളിച്ചു മാറ്റി ഒരുങ്ങി തയ്യാറെടുത്ത് വന്നു. യൗമുൽ ഫിത്തറിന്റെ അന്ന് വന്നു, ഈദുൽ ഫിത്തറിന്റെ അന്ന് വന്നു, ഈദുൽ അദ്ഹന്റെ അന്ന് വന്നു. റസൂലുള്ളാഹി പറയാണ്, വഹുവ അഅലമു ഇൻദല്ലാഹി മിൻ യൗമിൽ അദ്ഹ വ യൗമുൽ ഫിത്തർ. ഈദുൽ ഫിത്തറിനേക്കാൾ ഈദുൽ അദ്ഹയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ അഅലം, മഹത്തരമാണ് വെള്ളിയാഴ്ച, രണ്ട് പെരുന്നാളിനേക്കാൾ. എത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമിൽ ജുമുഅ. വീണ്ടും ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ച ഒരു പെരുന്നാളാണ് മുസ്ലിമീങ്ങൾക്ക്, ഈദാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ നബിന്റെ കൈപ്പത്തിയിൽ ഒരു കണ്ണാടിയിൽ തെളിഞ്ഞ പോലെ തെളിഞ്ഞു എന്നാ പറഞ്ഞത്. എന്നിട്ട് അതിലൊരു കറുത്ത പുള്ളി. റസൂലുള്ളാഹി ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ എന്താണ് ഇത് എന്ന്. അപ്പൊ ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, അത് വെള്ളിയാഴ്ച ദിവസമാണ്, നിന്റെ റബ്ബ് നിനക്കത് കാണിച്ചു തരികയാണ്. എന്നിട്ട് പറഞ്ഞു, താങ്കൾക്കും താങ്കൾക്ക് ശേഷമുള്ള താങ്കളെ ജനതക്കും ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ആ ദിവസം വെച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ അതൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. ആ പ്രത്യേകത നമ്മൾ കാണണം. എല്ലാ ദിവസം പോലെ ആവരുത്. ഇനി നമ്മളൊക്കെ വരുന്നത് വെള്ളിയാഴ്ച എന്തിനാ? പ്രാർത്ഥിക്കാൻ വരികയാണ്. മറ്റുള്ള സമുദായക്കാർ പറയും പ്രാർത്ഥിക്കാൻ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാൻ പോണ ദിവസമാണ്. മുസ്ലിമീങ്ങളെ പ്രാർത്ഥനയുടെ ദിവസമാണ്. നമുക്ക് ആ ബോധമൊന്നും ഉണ്ടാവാറില്ല. അമുസ്ലിമീങ്ങൾ പറയും മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാൻ പോണ ദിവസമാണ്, പ്രാർത്ഥനയുടെ ദിവസമാണെന്ന്. എന്നാൽ വെള്ളിയാഴ്ചയെക്കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം വെള്ളിയാഴ്ച. ഒരു സമയവും പറഞ്ഞു റസൂലുള്ളാഹി, വഫീഹി സാഅത്തുൻ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ലാ യസ്അലുല്ലാഹു ഫിഅൽ അബ്ദു ഷൈഅൻ, ഒരു അടിമ അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല അഅതാഹു, അള്ളാഹു ഇത് കൊടുക്കാതിരിക്കൂല. മാലം യസ്അൽ ഹറാമൻ, ഹറാമായൊരു കാര്യം ആയിരിക്കരുത് ചോദിച്ചത്. ഹറാമല്ലാത്ത എന്ത് കാര്യം അള്ളാഹിനോട് ഒരാൾ ചോദിച്ചാലും വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കൂല എന്നാ. ഇമാം മുസ്ലിമിന്റെ ഹദീത്തിൽ ഈ സമയം പ്രത്യേകം പറയുന്നുണ്ട്. ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖ്ലസ് സ്വലാ, ഇമാം മിമ്പറയിൽ ഇരുന്ന സമയം മുതൽ നിസ്കാരത്തിന് സലാം വീട്ടുന്ന സമയം വരെ, അതിനിടക്കതാണ് ആ സമയം. പ്രാർത്ഥിച്ചാൽ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൽ ഉറപ്പാന്ന് പറഞ്ഞ സമയം. മറ്റൊരു ഹദീസിൽ കാണാം, ഇനി വെള്ളിയാഴ്ച ജുമാണ്ട് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച കഴിഞ്ഞെന്ന് വിചാരിച്ച് പോണ്ട, വെള്ളിയാഴ്ച ഇന്നലെ അസ്തമിച്ചപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി കഴിഞ്ഞു, ഇത് പകലാണ്. ഇനി അസ്തമിക്കുമ്പോഴാണ് പകൽ അവസാനിക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, ഫൽതമിസൂഹ, നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് നിങ്ങൾ തേടുക. എത്ര വരെ? ആഖിറ സാഅത്തിൻ ബഅദൽ അസ്ർ, അസ്റിന്റെ അവസാന സമയം വരെ തേടിക്കൊള്ളിന, ആ ദിവസം മുഴുവനായിട്ട്. ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു. ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹ് പുറത്തു തരും. ഒരു ജുമഅ മുതൽ മറ്റൊരു ജുമഅ വരെ. അതേതാ? ബാങ്ക് കൊടുക്കണം മുമ്പ് പള്ളിയിലെത്തണം. അങ്ങനെ വന്ന ആളുകൾക്ക് ഒരു ജുമഅ മുതൽ മറ്റൊരു ജുമഅ വരെ വന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഈ ജുമഅ കൊണ്ട് തന്നെ അല്ലാഹു കൊണ്ട് പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി പറയാണ്, നേരത്തെ എത്തിച്ചേർന്നാൽ അവർക്ക് നേടാനുള്ള പുണ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നേരത്തെ എത്തിച്ചേർന്നാലുള്ള ഒട്ടകത്തെ അറുത്തതും പശുവിനെ അറുത്തതും ഒക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ നമുക്കതൊന്നും വേണ്ട. മനുഷ്യന്റെ മനസ്സെന്താണെന്നറിയാം. നമ്മളെല്ലാവരും ആരും കുറ്റപ്പെടുത്താനല്ല, മനുഷ്യന്റെ മനസ്സെന്തെന്നറിയോ? പള്ളിയിലേക്ക് വന്നാൽ ഒട്ടകത്തെ അറുത്ത കൂലി,
പോത്തിന് അർത്ഥക്കൂലൊക്കെ എത്രയോ തവണ നമ്മൾ കേട്ടതാ. നമുക്കതൊന്നും നമുക്ക് വേണ്ട. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായൊരു കാര്യമുണ്ട്. ഈ ചേളാരി ചന്ത പെരുവള്ളൂരിലേക്ക് മാറ്റി. ചേളാരി ചന്ത പെരുവള്ളൂരിലേക്ക് മാറ്റിയിട്ട് പെരുവള്ളൂർ ചേളാരി ചന്തന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് അവർ പ്രഖ്യാപിച്ചു ബീഫിന് 200 റുപ്യ കിലോന് കിട്ടുമെന്ന് പറഞ്ഞു. 200 റുപ്യക്ക് ബീഫ് കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടേക്ക് മനുഷ്യന്മാർ ഓടിയത് എവിടുന്നൊക്കെയാന്നുള്ളത്. രാവിലെ സുബീന്റെ 3 മണിക്ക് ആൾക്കാരിന്ന് വരിക്കുക 200 റുപ്യന്റെ പോത്തിറച്ചിക്ക്. ആലോചിച്ച് നോക്കണം നിങ്ങള്. എന്നിട്ട് എത്രയാണ് ആ വരി നീണ്ടത്? മണിക്കൂറുകളോളം വരി നിന്നിട്ടാണ് ആൾക്കാർ വെയില് കൊണ്ട്, ഉച്ച സമയത്തും വെയിൽ കൊണ്ടിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. എന്തിന്? ഇത് വാങ്ങാന്. മനുഷ്യന്റെ മനസ്സാണത്, അവസ്ഥയാണ്. ദുനിയാവ് എവിടെ കിട്ട അവിടേക്ക് എന്ത് ത്യാഗം ചെയ്യാൻ, എത്ര വെയിലും കൊള്ളാൻ, എത്ര മണിക്കൂർ നേരത്തെയും ഇറങ്ങി പുറപ്പെടാൻ 3 മണിക്കൊക്കെ പോയി നിന്ന ആൾക്കാരുണ്ട് അവിടെ. പരലോകത്തേക്ക് അല്ലാഹ് പറയാണ്, ഇതാ ഒട്ടകത്തെ അറുത്ത, പശുവിനെ അറുത്ത, ആടിനെ അറുത്തൊക്കെ കൂലിങ്ങൾക്ക് വന്നവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് എമ്മക്കാർക്കും വേണ്ട. സഹോദരങ്ങളെ, ഇത് തമാശയാക്കാനല്ല, നമ്മളെ ഈമാൻ ഹൃദയത്തിലുണ്ടോ എന്ന് ചിന്തിക്കാം ഒരു നിമിഷം. അള്ളാന്റെ വിളി വന്നാൽ നമ്മളവിടെ കടന്നു കൊടുക്കണം. എൻ്റെ സുഹൃത്ത് ഇന്നലെ തലശ്ശേരിയിൽ മകളെ കല്യാണത്തിന് മണവാളന് പന്തലിക്ക് കയറി വരിക. ഇന്നലെ മണവാളൻ പന്തലിക്ക് കയറി വരിക മാഹിയില് കുഞ്ഞിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. മകളെ നിക്കാഹിന് പന്തലിലേക്ക് കയറി വരിക മണവാളൻ. കൈ കൊടുത്ത് സ്വീകരിക്കുന്നതിനിടയ്ക്ക് കുഴഞ്ഞാണ്ട് വീണ് മരിച്ചു. പന്തല്, കല്യാണ പന്തല്. ആ പൊന്നുമോളെ നിക്കാഹ് ആ മനുഷ്യന്റെ മനസ്സിൽ എത്രമാത്രം ആശിച്ച് കൊണ്ട് നടന്നിട്ടുണ്ടാകും. പൊന്നുമോളെ നിക്കാഹ് എത്ര കൊതിച്ചിട്ടുണ്ടാകും. ആ മകളെ വളർത്തി ഇത്രയും കാലമാക്കി കല്യാണം അന്വേഷിച്ച് ഒരു നിർഭയത്വമുള്ള കൈകളിൽ ഏൽപ്പിക്കാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന് അവസാനം സംതൃപ്തിയോടുകൂടി ഒരു കുടുംബത്തെ കിട്ടിയൊരു ചെറുപ്പക്കാരനെ കിട്ടിയിട്ട് ആ മകളെ കൈപിടിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മുന്നിൽ ചെറുപ്പക്കാരൻ മണവാളൻ വന്ന് നിന്നിട്ട് ആ നിക്കാഹ് നടത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ മരിച്ച മയ്യത്ത് അവിടെ കിടത്തിയിട്ട് ജേട്ടനാണ് നിക്കാഹ് നടത്തി കൊടുത്തത്. നമ്മൾ ആലോചിക്ക സഹോദരങ്ങളെ, ഇതൊന്നും കേട്ടുവിടേണ്ട വാർത്തയല്ല, ഇതൊന്നും ആണ് കേട്ടൊഴിവാക്കേണ്ടതില്ല. നമ്മളും ഇങ്ങനൊരു സമയം കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക നമ്മളെ ഈമാൻ എവിടെയെന്നുള്ളത്. വെള്ളിയാഴ്ച ദിവസം ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട്, ഇത് കേട്ടാണ്ട് ഇറങ്ങിപ്പോയിട്ട് അടുത്ത വെള്ളിയാഴ്ചയും ഇതുപോലെ ബാങ്ക് കൊടുത്തിന് ശേഷം പള്ളിയിലെത്തിയിട്ട് നമ്മൾ സഫിൽ വന്നിരുന്നിട്ട് നമ്മൾ ചിന്തിക്ക സഹോദരങ്ങളെ, നമ്മളെ ഈമാൻ എവിടെയുള്ളത് എന്നുള്ളത്. ഇമാം മിമ്പറയിൽ ഇരുന്ന് ഞാൻ ഹദീസ് കേൾപ്പിക്കാം. മലക്കുകൾ രേഖപ്പെടുത്തി പോയി കഴിഞ്ഞു, പിന്നെ ജുമാഇല്ല, പ്രതിഫലമില്ല. എത്രമാത്രം വ്യക്തമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എവിടെയാ നമ്മൾ ഉള്ളതെന്ന് ആലോചിക്കുക. ഇതൊന്നും കേട്ടുവിടേണ്ടതല്ല. ഒന്ന് ഇറങ്ങി വരാൻ, ദുനിയാവ് തേടി എത്രയും നേരത്തെ ഒരു 100 രൂപ ലാഭവും തേടി മണിക്കൂറുകളോളം മുമ്പേ എത്താൻ സാധിക്കും നമുക്ക്. പരലോകത്തേക്കുള്ള കൂലിയാണ് അള്ളാഹ് പറഞ്ഞത്. ഒട്ടകത്തിനും ആടിനും പൂത്തിനെ കറക്കണ കൂലി, അതൊന്നും നമുക്ക് വേണ്ട എന്നുള്ളെടുത്താ നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ മൻ ഗസ്സല യൗമൽ ജുമുഅ, കേട്ടോളൂ നിങ്ങൾ ഹദീസ്, ഒരു മുസ്ലിമിന്റെ വെള്ളിയാഴ്ച എങ്ങനെയെന്ന്. മൻ ഗസ്സല ജുമുഅ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം കുളിപ്പിച്ചു. കുളിപ്പിക്കേണ്ട ആൾക്കാരുണ്ടാവും പെരിയല്, വയസ്സായ വാപ്പാൻ ഇമ്മാനൊക്കെ കുളിപ്പിച്ചു, കുട്ടികളെ കുളിപ്പിച്ചു. മനഗസ്സല വഗതസല, എന്നിട്ട് അയാൾ കുളിച്ചു, ഒരുക്കാണ്. സുമ്മ ബക്കറ, പിന്നെ നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട്, ബുക്കറ എന്നാണ് അത് രാവിലെ എന്നാണ്, എത്രയും പെട്ടെന്നാണ്, നേരത്തെ എന്നാണ്. സുമ്മ ബക്കറ, പിന്നെ നേരത്തെ അയാൾ എല്ലാവരും ഒരുക്കി. വബുത്തക്കറ, എന്നിട്ട് അയാൾ ഒരുങ്ങി നേരത്തെ. വ മഷാ, നടന്നു പള്ളിയിലേക്ക്. വലം യർക്കബ്, വാഹനമൊന്നും കയറിയില്ല, അയാൾ നടന്നു വന്നു. വദനാ മിനൽ ഇമാമി, ഇമാമിന്റെ തൊട്ടടുത്തിരുന്നു. ഇമാമിന്റെ തൊട്ടടുത്തിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാ, വഹിയാണ് ഈ വായിക്കണത്. സുമ്മ ദനാ മിനൽ ഇമാമി, ഇമാമിന്റെ തൊട്ടടുത്തിരുന്നു. എങ്ങനെ? കുളിപ്പിക്കൊണ്ടവരൊക്കെ കുളിപ്പിച്ചു, അയാൾ കുളിച്ചു. നേരത്തെ അയാൾ പുറപ്പെടാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞു. അയാൾ നേരത്തെ പുറപ്പെട്ടു, നടന്നു വന്നു, വാഹനമൊന്നും കയറിയില്ല. കുറച്ച് ദൂരമുണ്ട്, എന്നാലും വെള്ളിയാഴ്ച പള്ളിക്കല്ലേ, ഇന്ന് വണ്ടി എടുക്കണ്ട, നടന്നു പോവുക, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അയാൾ നടന്നു വന്നു. എന്നിട്ട് ഇമാമിന്റെ ഏറ്റവും അടുത്തായിട്ട് അയാൾ ഇരുന്നു. വദനാമിനൽ ഇമാം, എന്നിട്ട് ഇമാമിന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് ഉറങ്ങല്ല. ഫസ്തമഅ, ഖുത്ബ ശ്രദ്ധിച്ചു കേട്ടു. ഇമാമിന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് ഖുത്ബ ശ്രദ്ധിച്ചു കേട്ടു. വലം യൽഗു,
അനാവശ്യമായി ഒന്നും അയാൾ ചിന്തിച്ചില്ല. അയാളെ മനസ്സിലേക്ക് ഒരു ചിന്ത, വേണ്ടാത്തൊരു ചിന്ത വന്നില്ല. വേറൊന്നും അയാൾ ചിന്തിച്ചിട്ടില്ല. അയാളെ മനസ്സ് നിറയെ മരണവും ആഖിറവും പരലോകവും മാത്രമാണ്. ഇമാമിനെ തൊട്ടടുത്തിരുന്നു, അയാൾ നല്ലത് മാത്രം ചിന്തിച്ചു. കാന ലഹു ബികുല്ലി ഖത്വ, ആ മനുഷ്യന്റെ ഓരോ കാൽപ്പാടുകൾക്കും, ആ മനുഷ്യൻ വെച്ച ഓരോ കാൽപ്പാടുകൾക്കും അമലു സനത്തിൻ, ഒരു കൊല്ലത്തെ പ്രതിഫലം, ഒരു കൊല്ലം നടന്ന കാൽപ്പാടിന്റെ പ്രതിഫലം. അജ്റു സിയാമിഹ വ ഖിയാമിഹ, ഒരു കൊല്ലം പകല് മുഴുവനും നോമ്പ് നോറ്റ, രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവന്റെ കൂലി ഒരു വെള്ളിയാഴ്ച ഒരു മുസ്ലിമിന് കിട്ടുന്ന ഈ പറഞ്ഞ മാതിരി ചെയ്താൽ. ഇതൊന്നും കേട്ടുവിടേണ്ടതല്ല സഹോദരങ്ങളെ. അങ്ങനെ ഒരാളാവാൻ നമുക്ക് ഈമാൻ ഉണ്ടാവണം. അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. ആ ഉയർന്ന ദറജയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 62-ാമത്തെ അധ്യായത്തിന്റെ പേര് ജുമുഅ എന്നാണ്. സൂറത്തുൽ ജുമുഅ. ഇങ്ങനൊരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇറക്കി അല്ലാഹു തആല. ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ എന്നൊന്നും പറഞ്ഞ് ഖുർആനിൽ സൂറത്തില്ല. ജുമുഅ എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഇറക്കി. അതിന് കാരണം ഉണ്ടായിരുന്നു. ജുമുഅയുടെ ആദ്യകാലത്ത് ജുമുഅ നിർബന്ധമാക്കിയ ആൾക്കാർ അതിന്റെ ശ്രേഷ്ഠത പഠിച്ചു വരുന്നുള്ളൂ. എല്ലാവരും മുഴുവനായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം കുറേ കാലമായിട്ട് അന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞ, ചന്ത എന്ന് പറഞ്ഞ കച്ചവട സംഘം വരണം. ആ കച്ചവട സംഘത്തെ ഇങ്ങനെ കാത്തിരിക്കണം. ഒരു കുറേ കാലമായിട്ട് കച്ചവട സംഘം വന്നിട്ടില്ല. വീട്ടിലൊക്കെ പലർക്കും പട്ടിണിയാണ്. പലതും സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. കച്ചവട സംഘം വന്നാലേ കിട്ടുള്ളൂ. വെള്ളിയാഴ്ച റസൂൽ മിമ്പറമേൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോഴാണ് ഈ കച്ചവട സംഘം എത്തുന്നത്. അവർ കൊട്ടും വിളിയൊക്കെ ആയിട്ട് കച്ചവട സംഘം വരിക. നബി അവിടെ ഖുത്ബ മിമ്പറമേൽ അവിടെ നിന്ന് അവിടെ ഇരുന്നവരിൽ കുറച്ച് ആൾക്കാർ വെച്ച് ബാക്കിയൊക്കെ എഴുന്നേറ്റ് പള്ളിക്കൊന്ന് പോയി സാധനം വാങ്ങാൻ വേണ്ടി. ഈ സമയത്താണ് ആയത്തിറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആ ദിവസം വിളിക്കപ്പെട്ടാൽ, ആ ദിവസമായാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാ, ദിക്റുള്ളയിലേക്ക് ഓടി വരെ, ധൃതിപ്പെടാം. അവിടെ ദിക്റുള്ള എന്ന് പറഞ്ഞ ഖുത്ബയാണ്, തഫ്സീറിൽ കാണാം. ഓടി വരണം, ധൃതിപ്പെടണം. അങ്ങനെ ബാങ്കൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ വയനോവർ നടത്തൊക്കെ നടന്ന് അപ്പോൾ കുറെ കയ്യാനാകുമ്പോഴത്തേക്ക് എത്താന്ന് കളിക്കാൻ ഫസ്ഔ. നിങ്ങൾ നോക്കൂ, പള്ളിയിൽ ഒരാൾ ഒതുണ്ടാക്കിയിട്ട് ജമാഅത്ത് നടക്കുമ്പോൾ പള്ളി കൂടിയിടാൻ പാടില്ല. ജമാഅത്ത് നടക്കുകയാണ്, ഇവിടെ ദൂരസ്കാരം നടക്കുകയാണ്, ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ അക്കാലത്ത് റുക്കൂക്ക് പോകുന്ന വിചാരിച്ചിട്ട് ഒതുണ്ടാക്കുന്ന ചില ആൾക്കാർ പള്ളിക്കൽ ഓടാൻ പാടില്ല. സാവധാനം നടന്നേ വരാൻ പാടുള്ളൂ. എന്നാൽ ജുമാഅക്കെ പറ്റി അല്ലാഹ് പറയാ വസ്ഔ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ധൃതിപ്പെട്ട് വേഗം വരണം പള്ളിക്ക്. കാരണം എന്താ, ഇമാമ മെമ്പറിൽ കയറണ മുമ്പ് അടുത്തിക്കൊള്ളണം. അത് ഓരോ സമയത്ത് നമ്മൾ ഓരോ ബാങ്ക് ഇപ്പൊ കുറെ നേരത്തെയാണ്, നമുക്കറിയാം. അപ്പൊ ഓരോ ഭൗതികമായ ഓരോ കാര്യങ്ങൾ ഓരോ സമയവും സന്ദർഭമൊക്കെ നോക്കി അതനുസരിച്ച് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മൾ. ജുമാന്റെ കാര്യത്തിൽ മാത്രമാണ് അത് പറ്റാത്തത്. ജുമാന്റെ കാര്യത്തിൽ അത് പറ്റണ്ടേ, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കത് പറ്റും. അപ്പൊ ഈമാനിന് എന്തൊരു തയ്യാറുണ്ടെന്നാ. ഇങ്ങനെ നമ്മൾ മരിച്ച സഹോദരങ്ങളെ, ഈമാനില്ലാത്തൊരു മരണമായിരിക്കും നമുക്ക് ഉണ്ടാവുക. നന്നായി സൂക്ഷിക്കണം. ഫൈദാ ഖുദിയത്തി സ്വലാത്ത് എന്നിട്ട് അല്ലാഹ് പറയാ വദറുൽ ബൈഅ, മറ്റ് വ്യവഹാരങ്ങളൊക്കെ കച്ചവടക്കണ്ട് ഒഴിവാക്കിക്കളി. വദറുൽ ബൈഅ, കച്ചവടക്കണ്ട് ഒഴിവാക്കിക്കളി, ഓടി വരണം. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ എൽമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ. ഫൈദാ ഖുദിയത്തി സ്വലാത്ത് ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കോളി, നിങ്ങൾ അല്ലാഹുവിന്റെ ഫദ്ൽ തേടി നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ പോവുക. എന്നാലും വദ്കുറുല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളം ഓർക്കണം, മറക്കരുത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. ഫൈദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫളു ഇലൈഹ വതറഖൂക ഖായിമ, എന്നാൽ അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോവുകയാണ്. നബിയെ താങ്കളെ നിന്ന നിൽപ്പിൽ വിട്ടേക്കുകയും ചെയ്യുന്നു. നബിയുടെ ഖുത്ബ നബി ഖുത്ബ പറഞ്ഞത് പോലും പരിഗണിച്ചില്ല, ഇറങ്ങിപ്പോയി. എങ്കിൽ നബിയെ പറയുക, കുൽ മാ ഇൻദല്ലാഹി ഖൈറുൻ മിനൽ ലഹ്വി മിനൽ തിജാറ, ഈ വിനോദത്തെക്കാൾ ഈ കച്ചവടത്തെക്കാളൊക്കെ ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ്.
വല്ലാഹു ഖൈറുർ റാസിഖീൻ, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എത്ര നമുക്ക് അങ്ങനെ തോന്നിയാലും ആ സമയത്ത് അത് കുറച്ചും കൂടി ഒരു 2 കസ്റ്റമർ കൂടി വന്നോട്ടെ വിചാരിച്ച കച്ചവടക്കാരി ഇരിക്കണ്ട. പെട്ടെന്ന് ഷട്ടർ താഴ്ത്തി ബാങ്ക് ഇത്ര സമയത്താണ്, അതുകൊണ്ട് പള്ളിക്ക് ഇത്ര സമയം നടക്കാനുണ്ട്, ബാങ്ക് കൊടുക്കണ മുമ്പ് അടത്തണം, ഇമാം മുമ്പ് കയറുമ്പോൾ സലാം പറഞ്ഞ മുമ്പ് അടത്തണം, സലാം മടക്കണം എന്നൊരു കണക്ക് കൂട്ടലോടുകൂടി പള്ളിയിലെത്താൻ നമുക്ക് സാധിക്കണം. വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെട്ടാൽ, വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വന്നപ്പോഴേക്ക് ഇമാം സലാം വീട്ടിൽ നല്ലട്ടാ. വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെട്ടാൽ ഉള്ള ഗൗരവം എന്താണെന്നറിയോ? വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിൽ എത്താൻ കഴിഞ്ഞില്ല, അതാണ് ജുമാ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. പിന്നെ കിട്ടും ആർക്കെന്നറിയോ? ഇസ്ലാം പറഞ്ഞ ഉതിറുണ്ടാവണം. ഇസ്ലാം പറഞ്ഞ ഉതിറുണ്ട്. ആ ഉതിർ ഉണ്ടോന്ന് ഓരോരുത്തരെ നോക്കേണ്ടത്. ഈ പള്ളിയിൽ ഇന്ന് ഇവിടെ സലാം പറയുന്നതിന്റെ മുമ്പ് ഞാൻ സലാം പറഞ്ഞപ്പോൾ സലാം മടക്കാൻ ഇല്ലാതിരുന്ന എല്ലാവരും ചിന്തിക്കുക. ഇപ്പൊ നേരെ വൈകി ഇപ്പോഴും വന്ന ആൾക്കാരുണ്ട്, ബാക്കിൽ ഇപ്പോഴും നേരെ വൈകി വന്ന ആൾക്കാരുണ്ട്. ചിന്തിക്കുക, സലാം പറഞ്ഞപ്പോൾ സലാം മടക്കാൻ ഇവിടെ ഇല്ല എങ്കിൽ, ഉണ്ടായിട്ടില്ല എങ്കിൽ ഇസ്ലാം പറഞ്ഞ ഉതിറുണ്ടായിരുന്നോ? രോഗം, യാത്ര വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കുമേൽ ഓടുന്ന യാത്ര അല്ല, ദൂരെ എവിടെയോ ആവശ്യത്തിന് പോയിട്ട് എത്തിപ്പെടാൻ പറ്റാത്ത അങ്ങനത്തെ യാത്ര. അങ്ങനെ ഇസ്ലാം പറഞ്ഞ ഉതിറുണ്ടായിരുന്നോ? ഇല്ല എങ്കിൽ ഇന്നത്തെ ജുമാ ഇല്ല. ഇസ്ലാം പറഞ്ഞ ഉതിർ വേണം. അങ്ങനെ ജുമാ നഷ്ടപ്പെട്ടാൽ റസൂൽ പറയാണ്, ഒരു 3 ജുമാ അങ്ങനെ ആയി വിചാരിക്കാം. 3 ജുമാ അങ്ങനെയായി. തബഅല്ലാഹു അലാ ഖൽബിഹി, അള്ളാഹ് അവന്റെ ഹൃദയത്തെ സീല് വെക്കപ്പെടുന്ന ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഈമാനും തഖ്വയും പിന്നെ അവന്റെ ഉള്ളിലേക്ക് കയറൂല. ഉള്ളിലുള്ള ഒരു നിഫാക്കും വേണ്ടാത്തിനും പുറത്തേക്ക് പോവില്ല. സീല് വെച്ചുള്ള പ്രശ്നം അതാണ്. അള്ളാഹു സീല് വെക്കുന്ന 3 ജുമാ അങ്ങനെ ആയി മാറിയാൽ കഴിഞ്ഞു. പിന്നെ ഒരിക്കലും ആ ഹൃദയം തുറക്കൂല, ആ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കൂല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. റസൂൽ പറയാണ്, യൗമുൽ ജുമുഅ വഖഫത്തിൽ മലായിക അലാ ബാബിൽ മസ്ജിദ്. സുബ്ഹാനല്ലാഹ്, വഖഫത്തിൽ മലായികത്തി അലാ ബാബിൽ മസ്ജിദ്. പള്ളിയുടെ കവാടങ്ങളിൽ മലക്കുകൾ നിൽക്കും. മലക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയാ, മലക്കുകൾ പള്ളിയുടെ കവാടത്തിന്റെ വാതിലിലുണ്ട്. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആദ്യം വന്ന ആളെ രേഖപ്പെടുത്തി, പിന്നീട് വന്ന ആളെ രേഖപ്പെടുത്തി. ആ മലക്കൾ അവിടെ ഉണ്ട്. ഫൈദാ ഹറജൽ ഇമാം, ഇമാമ് മിമ്പറയിലേക്ക് പുറപ്പെട്ടാൽ അതുവരെ എഴുതും. ആദ്യം വന്ന ആൾ മുതൽ ഇമാമ് മിമ്പറയിലേക്ക് കയറുന്നതുവരെ എഴുതി. ഫൈദാ ഹറജൽ ഇമാമ തവൗ സുഹ്ഫഹും, അവരെ ഏട് പൂട്ടി. തവൗ സുഹ്ഫഹും, അവർ ഏത് രജിസ്ട്രേഷൻ, ആ പുസ്തകം, അവരുടെ ആ ബുക്ക് അതവർ പൂട്ടി അടച്ചു വെച്ചു. വയസ്തമിഊന ദിക്റ, ആ മലക്കുകൾ ഖുത്ബ കേൾക്കാൻ വേണ്ടിയിരിക്കും. ആ മലക്കുകൾ യസ്തമിഊന ദിക്റ, ആ ദിക്റാണ് അൽ ഖുത്ബ, പ്രസംഗം കേൾക്കാൻ വേണ്ടി അവരിയ്ക്കും. സഹോദരങ്ങളെ, ആ മലായിക്കത്തിന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടേ? ആ മലായിക്കത്തിന്റെ ഗ്രന്ഥത്തിൽ നമ്മളെ പേര് വേണ്ടേ? ഇങ്ങനെയൊക്കെ കേട്ടിട്ടും അടുത്ത വെള്ളിയാഴ്ചയും നേരം വൈകിയാണ് നമ്മൾ വരുന്നതെങ്കിൽ, മിമ്പറയിലെ ഇമാമ കയറിയതിനു ശേഷമാണ് നമ്മൾ വരുന്നതെങ്കിൽ, എവിടെയാണ് നമ്മളെ ഈമാൻ നിൽക്കുന്നത് എന്ന് ഒന്ന് ഓരോരുത്തരും ആലോചിക്കുക. നമുക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മളെ ഈമാൻ നിലനിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞതൊക്കെയും. ഈ വാക്കുകളെ ആ രൂപത്തിൽ തന്നെ കാണാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജോലിയിൽ, നമ്മുടെ മഈഷത്തിന്റെ മാർഗത്തിൽ അള്ളാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز
الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين.